കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ശ്രീ ദുർഗായൈ നമഃ. നമ്മൾ 60ാമത്തെ ശ്ലോകം ചൊല്ലിയിട്ടാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയതേ. അപ്പം അതിൽ ചണ്ഡികാദേവിയെ ഈ രക്തബീജൻ വലിയ ഗതോണ്ട വളരെ ശക്തിയായിട്ട് ഊക്കോടെ അടിച്ചു. പക്ഷേ ദേവിക്ക് അത് അല്പം പോലും വേദന ഉണ്ടാക്കിയില്ല ദേവിക്ക് എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അത് പറഞ്ഞ് നിർത്തിയത്. ഇനി നമുക്ക് 61 ഇതിന് 3-4 ശ്ലോകം കൂടിയേ ഉള്ളൂ. ഇനി തസ്യാഹ തസ്യ ദേഹാത്തു ബഹുശുശ്രാവശോണിതം യതസ്തതസ്തദ്വക്ത്രേണ ചാമുണ്ഡാ സംപ്രതീച്ഛതി. ആഹ തസ്യ ദേഹാത്, അതായത് ഇങ്ങനെ അടിയേറ്റ് അവൻ്റെ എന്താണ് അല്ലെങ്കിൽ ഭഗവതി കുത്തുകയാണല്ലോ ചെയ്ത പശുവിലൂടെ കുത്തേറ്റിട്ടുള്ള അവൻ്റെ ശരീരത്തിൽ നിന്നും ശോണിതം ബഹുശുശ്രാവ, ചോര ഒരുപാട് ഒഴുകി. തതസ്തഹ, ആ ചോരയൊക്കെ എന്താ ചെയ്തത്? തതസ്തതഹ, അത് മുഴുവൻ എവിടെ നിന്നൊക്കെ, അതായത് എവിടെ നിന്നൊക്കെയാണ് ചോര വന്നത് അതൊക്കെ ചാമുണ്ടാഹ, ചാമുണ്ഡി ദേവി, ചണ്ടുമുണ്ടന്മാരെ കൊന്ന ആ ദേവി തദ്വക്ത്രേണ സംപ്രതീച്ഛതി, ആ ചോരയൊക്കെ ഭദ്രകാളി അല്ലെങ്കിൽ ചാമുണ്ഡി ദേവി തൻ്റെ വായ തുറന്ന് പിടിക്കാൻ പറഞ്ഞല്ലോ ഭഗവതി അല്ലേ, ചണ്ഡികാദേവി. അത് തുറന്ന് പിടിച്ച് ആ ഒരു തുള്ളി വീഴാൻ സമ്മതിക്കാതെ ഇവൻ്റെ ദേഹത്തുനിന്ന് ദേവിയുടെ കുത്തേറ്റ് വീണ ചോര മുഴുവനെ ഈ ചണ്ഡികാദേവി അല്ലെങ്കിൽ ഭദ്രകാളി എന്നോ ഒക്കെ പറയാം, അത് മുഴുവനെ കുടിച്ചു, നിലത്ത് വീഴാതെ നോക്കി കുടിച്ചു എന്ന്. തസ്യാഹ തസ്യ ദേഹാത്തു ബഹുശുശ്രാവശോണിതം യതസ്തതസ്തദ്വക്ത്രേണ ചാമുണ്ഡാ സംപ്രതീച്ഛതി. മുഖേ സമുദ്ഗതായസ്യ രക്തപാതാൻ മഹാസുരാ താംശ്ചഖാദാഥ ചാമുണ്ഡാ പപൗ തസ്യ ച ശോണിതം. യസ്യാഹ മുഖേ, അതായത് ദേവിയുടെ മുഖത്തിൽ നിന്ന്, അല്ല ദേവിയുടെ വായയിൽ, മുഖം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ രക്തപാതാത്, ദേവിയുടെ വായിൽ വീണ ചോരയിൽ നിന്ന് മഹാസുരാഹ സമുദ്ഗത, ദേവിയുടെ വായയിൽ വീണ ചോരയിൽ നിന്ന് പല അസുരന്മാരും ഉണ്ടായി. അഥ ചാമുണ്ട താൻ ജഗാത, അങ്ങനെ വായയുടെ ഉള്ളിൽ അസുരന്മാരുണ്ടാവാൻ തുടങ്ങിയപ്പോൾ ദേവി അതൊക്കെ കടിച്ച് തിന്നു വിഴുങ്ങി. താൻ ചഖാത, അതിനെ വിഴുങ്ങി ദേവി ചാമുണ്ടി കടിച്ചിട്ട്. ചാമുണ്ടി രക്തം കുടിച്ചു. ആ രക്തം കുടിക്കുമ്പോൾ ദേവിയുടെ ചാമുണ്ടിയുടെ വായയുടെ ഉള്ളിലും കുറേ അസുരന്മാർ ജനിച്ചു അത്രേ, അതിനെയൊക്കെ കടിച്ച് വിഴുങ്ങി. തസ്യ ശോണിതം പപൗച്ച, ആ രക്തബീജൻ്റെ ചോര കുടിക്കുകയും ചെയ്തു. പപൗച്ചാൽ കുടിക്കുകയും ചെയ്തു, പാനം ചെയ്തു. അതായത് ഒന്നും ബാക്കി വയ്ക്കാനില്ലാതെ ചാമുണ്ടി അത് മുഴുവനെയും ഇങ്ങോട്ട് കളഞ്ഞു, ആ രക്തബീജൻ്റെ എല്ലാ അംശവും. അതാണ് രക്തബീജൻ്റെ മേലിൽ നിന്ന് വീണ ചോര ഭൂമിയിൽ വീണാന്ന് നോക്കിയെന്ന് മാത്രമല്ല, അവനവൻ്റെ വായിൽ കുടിച്ചു ചാമുണ്ടി ദേവി. അപ്പോൾ വായയുടെ ഉള്ളിൽ കുറേ അസുരന്മാരുണ്ടായി, അത്ര ശക്തിയാണ് മായാശക്തി. അപ്പം അതിനെ കടിച്ച് വിഴുങ്ങി. പിന്നെ അതിൽ നിന്നുണ്ടാവണ പിന്നുള്ള ചോരയൊക്കെ കുടിക്കുകയും ചെയ്തു ദേവി. പപവും എന്ന് പറഞ്ഞു അല്ലേ. മുഖേ സമുദ്ഗതായസ്യ രക്തപാതാൻ മഹാസുരാ താംശ്ചഖാദാഥ ചാമുണ്ഡാ പപൗ തസ്യ ച ശോണിതം. ഇവിടെ എന്താ വെച്ചാൽ നമുക്ക് എത്ര പൂർവജന്മ വാസനകളെ എത്ര ഉണ്ടെങ്കിലും ഭഗവതിയെ ആശ്രയിച്ചാൽ ഇതുപോലെ ആ വാസനകളെ പോരാടി നമ്മുടെ ഉള്ളിൽ നിന്ന് നീക്കും എന്നാണ് പറയുന്നത്. കംപ്ലീറ്റ്ലി തുടച്ച് നീക്കും ആ വാസനകളെ. അപ്പം ഈ പറയുന്ന അസുരന്മാരെയൊക്കെ നമ്മുടെ വിപരീത വാസനകളായിട്ട് കരുതാം, മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാതരം വാസനകളെയും ഇല്ലാണ്ടാക്കിയിട്ട് പിന്നെ അവസാനം ആക്ച്വലി നല്ല വാസനകളും കൂടി ഇല്ലേ, വാസനകൾക്ക് അതീതമാവണമല്ലോ.
അപ്പം ഇവിടെ ഈ ദുർവാസനകളെന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് എന്താ ഇപ്പം ഇതെന്ന് മനസ്സിലാക്കാനുള്ള യുദ്ധം മുഴുവനും വായിച്ചാൽ ഒന്നേ ഉള്ളൂ. ദേവിയെ ആശ്രയിച്ചാൽ മനസ്സിൻ്റെ ശത്രുക്കളെയൊക്കെ ദേവി എങ്ങനെയെങ്കിലും എങ്ങനെ ആയാലാണ് അവർ നശിക്കപ്പെടുക, അതുപോലത്തെ തരത്തിൽ അവരെ ഉപദ്രവിച്ച് നശിപ്പിച്ചോളും എന്നാണ് നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ്. ദേവി ശൂലേന ചക്രേണ ബാണൈരസിഭിരിഷ്ഠിഭി ജഘാന രക്തബീജം തം ചാമുണ്ടോപീതശോണിതം തം രക്തബീജം ദേവി ജഘാന. ആ ചാമുണ്ടി അല്ലെങ്കിൽ ഭദ്രകാളി കുടിച്ച ആ രക്തബീജനെ, ചോര മുടിച്ച് തീർത്ത ആ രക്തബീജനെ ചണ്ഡികാദേവി കൊന്നു. അതായത് ചോര മുഴുവനെ വാർന്നു പോയിട്ടുള്ള ആ രക്തബീജനെ ചണ്ഡികാദേവി, അതായത് ഭദ്രകാളി അല്ലെങ്കിൽ ചാമുണ്ടി ദേവി ചോര വാർന്നത് മുഴുവൻ കുടിച്ചു കഴിഞ്ഞപ്പോൾ ചോര വാർന്നൊലിച്ച് ചോരയില്ലാതുള്ള ആ രക്തബീജനെ ചണ്ഡികാദേവിയാണ് നിഗ്രഹിച്ചത്. എങ്ങനെ? ശൂലേന ചക്രേണ ബാണൈഹി അസിഭിഹി ഹൃഷ്ടിഭി ജഘാന. ശൂലം, ചക്രം, അമ്പുകൾ, വാള് ഇതൊക്കെ ഉപയോഗിച്ച് ഒരേ സമയം ഉപയോഗിച്ച് ആ ചോര വാർന്ന് ഒലിച്ച് നിൽക്കണ രക്തബീജനെ ഹനിച്ചു പറഞ്ഞാൽ കൊന്നു. പിന്നെ അവസാനമായി ഇനി പിന്നെ ഉണ്ടാവില്ല, ചോരയും ബാക്കിയില്ലെങ്കിൽ. ദേവി ശൂലേന അപ്പം ദേവി തന്നെയാണ് കേട്ടോ കൊന്നത് അവസാനം രക്തബീജനെ. ഭദ്രകാളി ചോരയൊക്കെ കുടിക്കാൻ സഹായിച്ചെന്നേ ഉള്ളൂ. ദേവിയുടെ കൈകൊണ്ട്, ചണ്ഡികാദേവിയുടെ കൈകൊണ്ട് തന്നെയാണ് വധം ഉണ്ടായത്. ദേവി ശൂലേന ചക്രേണ ബാണൈരസിഭിരിഷ്ഠിഭി ജഘാന രക്തബീജം തം ചാമുണ്ടാപീതശോണിതം സപപാതമഹീപൃഷ്ഠേ ശസ്ത്രസംഘസമാഹത നീരക്തശ്ച മഹീപാല രക്തബീജോ മഹാസുര. ഹേ മഹീപാല രാജാവേ, സുമേധസ് മഹർഷി പറയുകയാണ് സുരഥനോട്, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർമ്മിക്കണം. അപ്പോൾ സുമേധ മഹർഷി കഥ പറയാണല്ലോ, സുരഥനോട് പറഞ്ഞു, രാജാവേ നീരക്ത, അതായത് ആ കാളി കുടിച്ച് ചോര വറ്റി നീരക്തനായി. നീരക്തൻ എന്ന് പറഞ്ഞാൽ രക്തമില്ലാത്തവനായി, വിത്തൗട്ട് എനി ബ്ലഡായി. ആരെ? ഈ എല്ലാ ചോരയും വാർന്നു വലിച്ചു, അത് മുഴുവൻ കാളി കുടിച്ചു അല്ലേ. അതാണ് ഈ നീരക്തനായി വെച്ചാൽ രക്തമില്ലാത്തവനായ സഹരക്തബീജ, രക്തമില്ലാത്ത രക്തബീജനായി, രക്തരഹിത രക്തബീജനായി എന്നർത്ഥം ചുരുക്കം. കാരണം ചോര മുഴുവൻ വാർന്നൊലിച്ചു പോയി, അത് മുഴുവൻ ചാമുണ്ടി ദേവി അല്ലെങ്കിൽ ഭദ്രകാളി കുടിച്ചു. അപ്പം പിന്നെ ബാക്കി ഉണ്ടായിരുന്ന ആ ദേഹം എന്താ? രക്തരഹിത രക്തബീജൻ, പേരെന്നെ ഉള്ളൂ ഇപ്പോൾ. അങ്ങനെയായി. മഹാസുരാൻ, രക്തബീജൻ എന്നുള്ള മഹാസുരൻ ശസ്ത്രസംഘ സമാഹത ച മഹീപൃഷ്ഠ പപാത. എന്താന്നിട്ട് രക്തബീജാസുരൻ ചണ്ഡികാദേവിയുടെ അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും മേലിൽ കൊണ്ട അവസാനം പ്രാണൻ ത്യജിച്ച് ഭൂമിയിൽ പതിച്ചു. പ്രാണൻ പോയി എന്ന് പറഞ്ഞാൽ ചത്ത് വീണു എന്ന് ചുരുക്കം. അതായത് ചോര മുഴുവൻ വാർന്നൊഴുകിയത് മുഴുവൻ ഭദ്രകാളി കുടിച്ചതിന് ശേഷം രക്തരഹിതനായിട്ടുള്ള രക്തബീജൻ അങ്ങനെ പിന്നെയും ദേവി പറഞ്ഞില്ലേ ശസ്ത്രമൊക്കെ അയച്ചു എന്ന്, അതൊക്കെ ഏറ്റ് പ്രാണൻ പോയിട്ട് നിലത്ത് വീണു, ഭൂമിയിൽ പതിച്ചു എന്നാണ്. അതാണ് പറയണത്. നീരക്തശ്ച രക്തബീജോ സപപാതമഹീപൃഷ്ഠേ, അതായത് ഭൂമിയിൽ വീണു, മരിച്ചു, കൊല്ലപ്പെട്ടു. സപപാതമഹീപൃഷ്ഠേ ശസ്ത്രസംഘസമാഹത നീരക്തശ്ച മഹീപാല രക്തബീജോ മഹാസുര. അങ്ങനെ ഈ അതിശക്തിമാനായിട്ടുള്ള രക്തബീജവധാണ് ഈ 8-ാം അധ്യായത്തിൽ. അവസാനത്തെ ശ്ലോകമാണ് 8-ലെത്തെ കേട്ടോ. ഏവമേതേ ക്ഷയം നീതാ രക്തബീജസമുദ്ഭവാഃ തതസ്തേ ഹർഷമതുലമവാപുസ്ത്രിദശാ നൃപഃ തോഷം മാതൃഗണോ യാതോ നനർത്താസൃങ്മദോത്ഥതഃ. അതെന്നിട്ട് പിന്നെ ഒരു കൺക്ലൂഷനായിട്ട് പറയണം. ഏവം രക്തബീജസമുദ്ഭവാഃ, ഇങ്ങനെ രക്തബീജനിൽ നിന്നും ഉണ്ടായ അസുരന്മാരെല്ലാവരും
ഏതേ ക്ഷയം നീതാഹ നശിപ്പിക്കപ്പെട്ടു. ഹേ നൃപ, ഹേ രാജാവേ, തതഹ തേ ത്രിദശാഹ. അപ്പോൾ ഹേ സുരഥ മഹാരാജാവേ, അപ്പോൾ ദേവന്മാർ അതുലം ഹർഷം അവാപു, വളരെ സന്തോഷമുള്ളവരായി. അതുല്യമായ സന്തോഷം അവർക്കുണ്ടായി രക്തബീജനെ കൊന്നപ്പോഴേ. അപ്പോൾ രക്തബീജനെ മാത്രമല്ല, രക്തബീജനെയും രക്തബീജനിൽ നിന്നുണ്ടായ എല്ലാ അസുരന്മാരെയും ഈ ചാമുണ്ഡി ദേവിയും ചണ്ഡികാ ദേവിയും കൂടി ഹനിച്ചപ്പോൾ ദേവന്മാർക്ക് അത്യന്തം അതുല്യമായ സന്തോഷമുണ്ടായി. അതുലം ഹർഷം എന്ന് പറഞ്ഞു അല്ലേ. മാതൃഗണഹ, ഈ ഭഗവതിയുടെ സൈന്യത്തിലത്തെ ആൾക്കാരൊക്കെ തോഷം യാതഹ, അവർക്കും നല്ല സന്തോഷമായി. മാതൃഗണം ചെന്ത ഭഗവതിയുടെ സൈന്യം ഒക്കെ സന്തോഷിച്ചു. തോഷം സന്തോഷിച്ചു. പിന്നെയോ അവരപ്പോൾ ആ സൈന്യഗണങ്ങൾ മാതൃഗണ അസൃങ്മദോദ്ധത നനർത്ത, അവർ ചോര കുടിച്ച് മത്ത് പിടിച്ച് ആടിക്കളിച്ചു. അവർ ദേവിയുടെ സൈന്യങ്ങൾ സന്തോഷമായി. ദേവി ഇത്ര ഒരു ദുഷ്ടനായിട്ടുള്ള അസുരനെ കൊന്നുള്ള സന്തോഷവും അവർക്ക് ഈ ഭദ്രകാളിയെ പോലെയുള്ള ഇങ്ങനെ ചോര കുടിക്കണ അതിലത്തെ സൈന്യങ്ങളെ മാതൃഗണം മുഴുവൻ മീൻസ് എന്താണ് ഈ ഭൂതഗണം എന്നൊക്കെ പറയുമല്ലോ ശിവൻ്റെ, അതുപോലെ ഈ ഭഗവതിയുടെ ഗണങ്ങളത്തെ എല്ലാവരും ഈ രക്തബീജൻ്റെ ചോര കുടിച്ച് മതിച്ച് ആർത്ത് കളിച്ചു എന്ന്. അതാണ് അത്ര സന്തോഷമായി വിജയം കൊണ്ടാടി സൈന്യം. അതാണ് പറഞ്ഞത്. ഏവമേതേ ക്ഷയം നീതാ രക്തബീജ സമുദ്ഭവാഹ തതസ്തേ ഹർഷമതുലമവാപുസ്ത്രിദശാ നൃപാ തോഷം മാതൃഗണോ യാതോ നനർത്താസൃങ്മദോദ്ധതഃ. അങ്ങനെയാണ് ഈ 8ാം അധ്യായം അവസാനിക്കണത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നവമാധ്യായം നമുക്ക് തുടങ്ങാം. പക്ഷെ അതിനു മുമ്പ് ഞാൻ ഇതുവരെ ഉണ്ടായ കഥയൊന്ന് നമുക്ക് ഓർമ്മിക്കാൻ ശ്രമിക്കാം. എന്താ വെച്ചാൽ എന്നാലേ നമുക്കതിൻ്റെ കണ്ടിന്യൂവേഷൻ വരില്ലേ. ഇപ്പം നമ്മൾ തുടങ്ങിയത് സുമേധ മഹർഷി സുരഥനും സമാധിക്കും കഥ പറഞ്ഞു കൊടുക്കുകയാണല്ലോ. അത് തുടരുക തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം എന്താ ചെയ്തത്, ദേവിയുടെ ഇതിലിപ്പോൾ നോക്കൂ, സാത്വികാവിർഭാവത്തിലാണ് സുംഭദസ്യന്മാരെ കൊല്ലണത്. ചണ്ഡികാദേവി അവിടെ എത്തിയിട്ടില്ല കേട്ടോ, രക്തബീജനെ കൊന്നിട്ടുള്ളൂ. ഈ സുംഭന്മാരുടെ ഉപദ്രവം കൊണ്ട് വിഷമിച്ച് ദേവന്മാർ ഭഗവതിയെ സ്തുതിക്കുകയാണല്ലോ ചെയ്തത്. അപ്പോൾ ഓർമ്മയില്ല ആ കഥ. അപ്പോൾ ദേവി ശ്രീപാർവതിയുടെ ആ ദേഹത്തിൽ നിന്നുമാണ് ഈ ദേവി ഉണ്ടായത്, ചണ്ഡികാദേവി. ഓർമ്മയില്ലേ, നമ്മൾ പറഞ്ഞില്ലേ അത്. എന്നിട്ട് അസുരന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട് ജന്മെടുത്തതാണ് ചണ്ഡികാദേവി. എന്നിട്ട് എന്ത് ചെയ്തു, അവർ വരണതും കാത്ത് പൊന്നൂഞ്ഞാലിൽ ഹിമാലയത്തിൽ ഊഞ്ഞാലാടി ഇരിക്കുമ്പോഴാണ് ചണ്ടാമുണ്ടന്മാർ അവിടെ വന്ന് അതിസുന്ദരിയായിട്ടുള്ള ശ്രീപാർവതിയെ കണ്ട് ശംഭനോടും പോയി വിവരം പറഞ്ഞപ്പോൾ ശുംഭനും നിശുംഭനും കാമപരവശരായിട്ട് സുഗ്രീവൻ എന്നുള്ള ദൂതനെ അയച്ചു. എന്നിട്ട് അപ്പം ദേവി പറഞ്ഞു, എന്നെ ആര് തോൽപ്പിക്കണു അയാളെ ഞാൻ വിവാഹം കഴിക്കുള്ളൂ പറഞ്ഞു അല്ലേ. കുറച്ചൊരു ഇതായിട്ട് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്താണ് അവനെ എന്നിട്ടത് പറഞ്ഞയച്ചു. അപ്പം ധൂമ്രലോചനൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആളെ ശുംഭൻ അയച്ചു. അപ്പോൾ ധൂമ്രലോചനൻ ദേവി പിടിക്കാൻ ചെന്നപ്പോൾ ദേവി ഹുങ്കാരം കൊണ്ട് എന്ത് ചെയ്തു, ആ ധൂമ്രലോചനെ ഭസ്മാക്കി. അത്രേ ഉണ്ടായുള്ളൂ അല്ലേ. അതിനുശേഷം ചണ്ടാമുണ്ടന്മാരെ അയച്ചു. ആദ്യം ധൂമ്രലോചനയാണ് അയക്കുന്നത്, പിന്നെ ചണ്ടാമുണ്ടന്മാരെ അയക്കും, ഈ കണ്ടുവന്ന് പറഞ്ഞവരെ. എന്നിട്ട് അപ്പം ഭദ്രകാളിയായിട്ട് വന്നിട്ട് ചണ്ടാമുണ്ടന്മാരെ കൊല്ലും. അതുകൊണ്ടാണ് പിന്നെ ഈ ചണ്ഡികാദേവിയല്ല, ചണ്ഡികാദേവിയുടെ തന്നെ വേറൊരു ശക്തി ഉദ്ഭവിച്ചത് പിന്നെ ഒരു ഭദ്രകാളി. ആ ഭദ്രകാളി ചണ്ടാമുണ്ടന്മാരെ വധിച്ച കാരണം ചാമുണ്ഡി എന്നും അറിയപ്പെടുന്നു. അങ്ങനെയാണല്ലോ അല്ലേ. അങ്ങനെ ഭദ്രകാളി അവരെ, അല്ലെങ്കിൽ ചാമുണ്ഡി ദേവി അല്ലെങ്കിൽ ഭദ്രകാളി ചണ്ടാമുണ്ടന്മാരെ വധിച്ചു. അതിനുശേഷം ചാമുണ്ഡി എന്നുള്ള പേരിൽ അറിഞ്ഞു. അങ്ങനെ ശുംഭൻ പിന്നെയും അനേകം അസുരന്മാരെ അയച്ചു. അതൊക്കെ ഭഗവതിന് തന്നെ പല 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 ശക്തി നമ്മൾ കണ്ടുല്ലോ. മാഹേശ്വരി അല്ലേ, കൗമാരി, വാരാഹി, വൈഷ്ണവി കണ്ടില്ലേ, പല നാരസിംഹി ഒക്കെ കണ്ടുല്ലോ. അപ്പം അങ്ങനെ പല പല
പിന്നെ ദേവിയുടെ ശക്തികളുടെ പല അവതാരം എടുത്തിട്ട് അവരെയൊക്കെ കൊന്നൊടുക്കി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ശുംഭൻ രക്തബീജനെ അയച്ചു. ആ രക്തബീജൻ്റെ കഥയാണ് നമ്മളിപ്പോൾ 8-ാം അധ്യായത്തിൽ വായിച്ചത്. അപ്പോൾ അത്രയും നമ്മൾ എത്തിപ്പോൾ. ഇനി 9-ാം അധ്യായം തുടങ്ങാം. നവമാധ്യായം. അതും ഇതുപോലെ രാജോവാച. അപ്പം ഈ രാജാവ് ചോദിക്കുകയാണേ, സുരഥൻ കുറേ കേട്ടുല്ലോ കഥ. അപ്പോൾ രക്തബീജവധം വരെ കേട്ടു. എന്നിട്ട് പിന്നെ ചോദിക്കുകയാണ് രാജോവാച, വിചിത്രമിതമാഖ്യാതം ഭഗവൻ ഭവതാ മമ ദേവ്യാശ്ചരിതമാഹാത്മ്യം രക്തബീജവധാശ്രിതം. അപ്പം എന്താ പറയണേ? ഇതം ചരിതം ഭഗവൻ, അതായത് സുമേധസ് മഹർഷേ, ഭവതാ മമ ആഖ്യാതം, അങ്ങിപ്പം എന്നോട് പറഞ്ഞില്ലേ ദേവ്യാഹ രക്തബീജ വധാശ്രിതം. ഈ ദേവിയെ എങ്ങനെ ദേവി രക്തബീജനെ വധിച്ചു എന്നിപ്പോൾ അങ്ങ് എന്നോട് പറഞ്ഞുല്ലോ. അത് ഇതം ചരിതമാഹാത്മ്യം വിചിത്രം. ഈശ്വര, എനിക്കിപ്പം പറഞ്ഞു തന്നില്ലേ രക്തബീജവധം ദേവിയുടെ? അത് വല്ലാതെ ഒരു ആശ്ചര്യകരമായിട്ടുള്ള ഒരു കഥയാണ്. കാരണം ഒരു സാധാരണ അസുരനൊന്നുമല്ല രക്തബീജന്. ഒരു തുള്ളി രക്തം വീണാൽ അവിടെ പിന്നെ എത്രയോ അപ്പോൾ ഒരു രക്തബീജം, അപ്പോൾ എത്ര ലക്ഷക്കണക്കിന് പിന്നെ രക്തബീജന്മാർ വന്ന് അവരെ മുഴുവനെ കൊന്ന് അവസാനം രക്തബീജനെയും കൊന്നു ഒരു തുള്ളി രക്തം ബാക്കിയില്ലാതെ. ഇല്ലേ? വല്ലാത്ത വിചിത്രമായിട്ടുള്ളൊരു ചരിത്രമായിരിക്കണം അത് എന്ന് പറഞ്ഞു രാജാവ്. എന്നിട്ട് പിന്നെ രാജാവ് പറയും. അപ്പം ഞാൻ ഒന്ന് വായിച്ച് 2ലേക്ക് പോവാം. രാജോവാച വിചിത്രമിതമാഖ്യാതം. ഇപ്പം അങ്ങ് പറഞ്ഞെന്ന കഥ വളരെ വിചിത്രം. ഭഗവൻ ഭവതാ മമ ദേവ്യാശ്ചരിതമാഹാത്മ്യം. വല്ലാത്തൊരത്ഭുത കഥ. രക്തബീജവധാശ്രിതം. ഈ 2-ാമത്തെ ശ്ലോകം. ഭൂയശ്ചേഷ്ടാമ്യഹം ശ്രോതും രക്തബീജേ നിപാതിതേ ചകാരശുംഭോ യത്കർമ്മ നിശുംഭശ്ചാദികോപന. രക്തബീജേ നിപാതിതേ. ഈ രക്തബീജനെ വധിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ ശുംഭനും അതികോപന നിശുംഭ, വളരെ കോപം വന്ന ശുംഭനും യത് കർമ്മ ചകാര, അവർ പിന്നെ എന്താ ചെയ്തത്? തശ്രോതും അഹം ഭൂയഃ ച ഇച്ഛാമി. ഇനി അവരിതെന്ത് ചെയ്തു എന്നുള്ളതൊന്ന് എനിക്ക് കേൾക്കാൻ വളരെ ആഗ്രഹമുണ്ട്. ഇപ്പോൾ ശുംഭനും നിശുംഭനെയും കൊന്നു കഴിഞ്ഞിട്ടില്ലല്ലോ. രക്തബീജനെ കൊന്ന തന്നെ അത്ഭുതം. കാരണം അസാധാരണമായിട്ടുള്ളൊരു ശക്തിയുള്ള ആളാണ് രക്തബീജൻ. അത് കേട്ടു. പക്ഷെ ഇനി ഈ രക്തബീജവധം കേട്ടിട്ട് ശുംഭനും നിശുംഭനും എങ്ങനെ റിയാക്ട് ചെയ്ത്, അത് അവരെ എത്ര കോപാകുലരാക്കി, കോപിഷ്ഠരായിട്ടുള്ള അവർ പിന്നെ എന്താ ചെയ്തത്, അതും കൂടി അറിയാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു രാജാവ് സുരഥൻ. അപ്പം ഇനി സുമേധസ് മഹർഷിയാന് കഥ കണ്ടിന്യൂ ചെയ്യണതാണ് ഇനി 3-ാമത്തെ ശ്ലോകം. ഭൂയശ്ചേഷ്ടാമ്യഹം ശ്രോതും രക്തബീജേ നിപാതിതേ ചകാരശുംഭോ യത് കർമ്മ നിശുംഭശ്ചാദികോപനഃ. ഇനി ഋഷിവാച ചകാരകോപമതുലം രക്തബീജേ നിപാതിതേ ശുംഭാസുരോ നിശുംഭശ്ച ഹതേഷ്വന്യേഷു ചാഹവേ. അപ്പോൾ പറയാണ് സുമേധസ് മഹർഷി രാജാവിനോട്, ആഹവേ, ഈ ആഹവേ വെച്ചാൽ യുദ്ധത്തിൽ രക്തബീജേ നിപാതിതേ, രക്തബീജൻ വധിക്കപ്പെട്ടു. അന്യേഷു ച ഹതേഷു, മറ്റ് രാക്ഷസന്മാരൊക്കെ ധൂമലോചനടക്കം എല്ലാവരെയും കൊന്നു അല്ലേ? മാത്രമല്ല രക്തബീജൻ്റെ ഓരോ തുള്ളിയിൽ നിന്നും വന്ന എല്ലാവരെയും കൊന്നു അല്ലേ? അപ്പോൾ മറ്റെല്ലാവരും വധിക്കപ്പെട്ടു. അത് കണ്ടപ്പോൾ ശുംഭനും നിശുംഭനും എന്താ ഉണ്ടായത്? ശുംഭാസുരഹ നിശുംഭാച്ച എന്താ? അതുലം കോപം ചകാര, അതുല്യമായ കോപം വന്നു. അത്ഭുതപ്പെടാനില്ലല്ലോ. ചകാരകോപമതുലം ഋഷിവാച ചകാരകോപമതുലം രക്തബീജേ നിപാതിതേ ശുംഭാസുരോ നിശുംഭശ്ച ഹതേഷ്വന്യേഷു ചാഹവേ. അതുല്യ കോപം എന്താ? അത്ര കോപമെന്ന് അർത്ഥം. പിന്നെ 4-ാമത്തെ ശ്ലോകം കേട്ടോ.
ഹന്യമാനം മഹാസൈന്യം വിലോക്യാമർഷമുദ്വഹൻ അഭ്യതാവൻ നിസുംഭോധ മുഖ്യയാ സുരസേനയാ. അഥ നിസുംഭ മഹാസൈന്യം ഹന്യമാനം. അതിനുശേഷം നിസുംഭൻ ഇത്ര വലിയ തൻ്റെ സൈന്യം മുഴുവൻ കൊല്ലപ്പെട്ടതായിട്ട് വിലോക്യ, അറിഞ്ഞിട്ട് അല്ലെങ്കിൽ കണ്ടിട്ട്, അമർഷമുദ്വഹൻ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട്, മുഖ്യയ അസുരസേനയ അഭ്യതാവത്, പിന്നെ അവനവൻ്റെ കയ്യിലുള്ള ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള പടനായകന്മാരെയും കൊണ്ട് യുദ്ധത്തിന് പുറപ്പെട്ടു എന്ന്. അതാണ് പറഞ്ഞത്. ആര്? നിസുംഭൻ. സുംഭനല്ല, നിസുംഭനാണ് കേട്ടോ. അപ്പോൾ ഇത് കേട്ടപ്പോൾ പിന്നെ എന്താണ് ഈ എന്താ പറയുക അതിനുശേഷം നിസുംഭൻ ഇത്ര വലിയ താനയച്ച ഇത്ര വലിയ എല്ലാ സൈന്യാധിപന്മാരെയും ഇവർ നിഷ്പ്രയാസം ചണ്ഡികാദേവി കൊന്നു എന്നറിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് അതിലും നല്ല വൻ പടയായിട്ട് ദേവിയോട് യുദ്ധത്തിന് പുറപ്പെട്ടു. ആര്? നിസുംഭൻ. ഹന്യമാനം മഹാസൈന്യം വിലോക്യാമർഷമുദ്വഹൻ അഭ്യതാവൻ നിസുംഭോധ മുഖ്യയ അസുരസേനയ. മുഖ്യസേനയോട്ട് മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരൊന്നും ഇതുവരെ അയച്ചിട്ടില്ല, അവരെയും കൊണ്ടുപോയി. അപ്പോൾ ആലോചിച്ചൊക്കെ എത്ര സൈന്യം ഉണ്ടായിരിക്കല്ലേ. തസ്യാഗ്രതസ്തഥാ പൃഷ്ഠേ പാർശ്വയോശ്ച മഹാസുരാः സന്തഷ്ടോഷ്ഠപുടാ ശുക്രുദ്ധ ഹന്തും ദേവീം ഉപായയു. തസ്യ അഗ്രതഃ, ആ നിസുംഭൻ എന്നുള്ള അസുരൻ്റെ അഗ്രതഃ തഥാ പൃഷ്ഠേ, മുമ്പിലും പിന്നിലും. അഗ്രത പറഞ്ഞാൽ മുമ്പിൽ, പൃഷ്ഠേ പറഞ്ഞാൽ പിന്നിൽ. പാർശ്വയോഹോ രണ്ട് സൈഡിലും ച മഹാസുരാഹ അനവധി വളരെ പ്രഗത്ഭരായിട്ടുള്ള പടയാളികൾ, ക്രുദ്ധാഹ ഭയങ്കര ദേഷ്യത്തോടു കൂടി, സന്തഷ്ടോഷ്ഠപുടാഹ ചുണ്ടും കടിച്ച്, ദേഷ്യം വന്നിട്ട് ചുണ്ട് കടിച്ചിട്ടെന്ന് പറയുമല്ലോ നമ്മളെ, ചുണ്ടും കടിച്ച് ദേവീം ഹന്തും ഉപായയു, ദേവിയെ കൊല്ലാനായിട്ട് പുറപ്പെട്ടു. അപ്പോൾ ആ നിസുംഭൻ പേരിന് പുറപ്പെട്ടു പറഞ്ഞു. എങ്ങനെയാണ് പുറപ്പെട്ടറിയോ? നിസുംഭൻ്റെ മുമ്പിൽ പിന്നിൽ രണ്ട് പാർശ്വങ്ങളിലും സൈഡിലും ഒക്കെ അതിപ്രഗത്ഭരായിട്ടുള്ള പടയാളികൾ അതിക്രുദ്ധന്മാരായിട്ട് ദേഷ്യം മുഖത്ത് ചുണ്ട് കടിച്ച് കാണിച്ചുകൊണ്ട് ദേവിയെ കൊല്ലാനായിട്ട് പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിസുംഭൻ വലിയ സൈന്യത്താൽ ചുറ്റപ്പെട്ടുകൊണ്ട് ദേവിയെ ആക്രമിക്കാൻ പുറപ്പെട്ടു. തസ്യാഗ്രതസ്തഥാ പൃഷ്ഠേ പാർശ്വയോശ്ച മഹാസുരാः സന്തഷ്ടോഷ്ഠപുടാ ക്രുദ്ധാ ഹന്തും ദേവീം ഉപായയു. അതിനായിട്ട് പുറപ്പെട്ടു. ഇനി ആറെന്തായാലും ചെയ്യാം. ആജഗാമ മഹാവീര്യ സുംഭോഭി സ്വബലൈർവൃതഃ നിഹന്തും ചണ്ഡികാം കോപാത് കൃത്വാ യുദ്ധം തു മാതൃഭിः. മഹാവീര്യഃ സുംഭഃ, വളരെ മഹാപരാക്രമശാലി വീരനുമായിട്ടുള്ള സുംഭനും സ്വബലൈ സ്വന്തം പടയോടുകൂടി വൃതഃ, അതായത് നാലുപുറം സ്വന്തം പടയാൽ ചുറ്റപ്പെട്ടുകൊണ്ട് മാതൃഭിഹി, അതായത് ഭഗവതിയുടെ പടയാളികളുമായി കൃത്വാതു കോപാത് ചണ്ഡികാം നിഹന്തും ആജഗാമ. അപ്പോൾ നിസുംഭൻ ആദ്യം പോയി പറഞ്ഞുല്ലോ, അതിൻ്റെ പിന്നിൽ തന്നെ സുംഭനും തൻ്റെ വലിയ പടയാൽ ചുറ്റപ്പെട്ടുകൊണ്ട് ദേവിയുടെ പടയാളികളുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ അവർ യുദ്ധം ചെയ്യാൻ തുടങ്ങി. ദേഷ്യം വന്നിട്ട് കോപാത് പറഞ്ഞില്ലേ, നിഹന്തും ചണ്ഡികയെ കൊല്ലാനായിട്ട് ഓടിയെത്തി, പാഞ്ഞടുത്തു. അതാണ് സുംഭനും അതെ
തൻ്റെ പടയം കൊണ്ട് രണ്ടാമതൊരു ചിന്ത ഇല്ലാതെ ദേവിയോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് അങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോപം സഹിക്കാൻ വയ്യാതെ ചണ്ഡികയെ കൊല്ലാനായിട്ട് അങ്ങോട്ട് പാഞ്ഞെത്തി ശുംഭൻ. ഈ ശുംഭനും ഉണ്ടല്ലോ, പറഞ്ഞൂല്ലോ അതിൽ. അപ്പോൾ അതാണ് ഈ 6 പറഞ്ഞിട്ടോ. ഇനി ഈ ഇതിൽ നിശുംഭന്മാരായിട്ടുള്ള യുദ്ധമൊക്കെയാണ് കേട്ടോ. ഇതിൽ മുഴുവൻ യുദ്ധമാണ്. ഇനി നമുക്ക് 6 വായിച്ചപ്പെടെ നിർത്താം. ഇന്ന് 7 നാളെ ചെയ്യാം. ആജഗാമ മഹാവീര്യ ശുംഭോബി സ്വബലൈർവൃതഃ നിഹന്തും ചണ്ഡികാം കോപാൽ കൃത്വാ യുദ്ധം തു മാതൃഭി. അതായത് ആദ്യം നിശുംഭൻ്റെ പറഞ്ഞു എന്നേ ഉള്ളൂ. 2 ആളും ചണ്ഡികയെ കൊല്ലാനായിട്ട് പാഞ്ഞ് എത്തി യുദ്ധത്തിന്, ചണ്ഡികയുടെ നേരെ യുദ്ധത്തിന് ഒരുങ്ങി പുറപ്പെട്ട യുദ്ധം തുടങ്ങി. ചണ്ഡികയെ കൊല്ലാനായിട്ട് മുമ്പോട്ട് ആഞ്ഞു 2 ആളും അതേട്ടോ. അങ്ങനെ പറഞ്ഞു നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ദുർഗായേ നമഃ. ഗുരുവായൂരപ്പാ ശരണം.